Boing Boing, co-powered by Damro Furniture. ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്വാഗതം, വണക്കം. സൂരജെ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, നീയും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നിങ്ങൾ പ്രേക്ഷകരെല്ലാരും നമ്മുടെ ബോയിങ് ബോയിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങളുടെ ഈ കോംബോ നിങ്ങൾ സ്വീകരിച്ചു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. അതിന് ബിഗ് ഹ്യൂജ് താങ്ക്സ് ടു ഓൾ ഓഫ് യു. നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. പക്ഷെ നമ്മുടെ ഇന്നത്തെ കളി കുറച്ച് കാര്യത്തിലാണ്. അത് മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിൽ വരുന്ന ആൾക്കാർക്ക് ഓരോ ടാലന്റ് ആണ് സൂരജ്. ഒന്നൊന്നര ടാലന്റ് ഉള്ള ഒരുപാട് പേരെ കൂട്ടിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, പിന്നെ അഭിനയത്തിന് അഭിനയം, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു അവിയൽ പരുവത്തിലുള്ള ടീം. അങ്ങനത്തെ ആൾക്കാരാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഒന്നാമത് ദീപൻ ആരെയൊക്കെ ചൂസ് ചെയ്യുന്നു അതിന്റെ ഒരു പടി മേലുള്ളത് ഞാൻ മേലെയാണ്. പക്ഷേ നിനക്ക് ഇന്ന് ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഞാൻ ഒരു കുട്ടിയെ കൊണ്ടുവന്നത്. കാരണം ആ കുട്ടി നിലത്തല്ല ഡാൻസ് ചെയ്യണം, വേണമെങ്കിൽ മുകളിൽ കെട്ടിത്തൂങ്ങി നിന്ന് ഡാൻസ് ചെയ്യും. പക്ഷെ നിന്നെ ഇന്ന് കെട്ടിത്തൂക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള വള്ളികളൊക്കെ കൃത്യമായിട്ട് എന്റെ തലയിലേക്ക് കൊണ്ടുവരുന്നില്ല. പിന്നെ ഇന്ന് ജംഗിൾ ബുക്കിലെ മോഗ്ലി പോലെ ഞാൻ ഇവിടെ തൂക്കി ഇറക്കും. Let's begin the show. Boing boing. Boing boing. Boing boing. അപ്പൊ രണ്ടുപേരും പറഞ്ഞു വളരെയധികം ടാലന്റ് ആയിട്ട് ഡാൻസ് കളിക്കുന്ന, അതുപോലെ പെർഫോമൻസ് എല്ലാം ചെയ്യുന്ന എല്ലാ ഏരിയയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇന്നും വരാൻ പോകുന്നത്. അപ്പൊ അതുപോലെ ഞാൻ വിളിക്കട്ടെ ആദ്യം? നീ വിളിച്ചോ? എനിക്കല്ലേ ആദ്യം വിളിക്കാനുള്ള ചാൻസ്? നിനക്ക് തന്നെ, നീ എടുത്തോ. എനിക്ക് തന്നെയാണ്. അപ്പം so let's welcome the beautiful and dancing girl from Team A. ടീം ഇന്നത്തെ ഗെയിം കംപ്ലീറ്റ് തൂത്തുവാരാൻ പോകുന്ന അട്ടാറ് ടീം, ബോംബ്ലാസ്റ്റിക് ടീം, ടീം ബി. ഹിയർ വി ഗോ. എന്തൊക്കെ പറഞ്ഞാലും സൂരജ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കളിയിലല്ല കാര്യം, അത് തന്നെയാണ് മത്സരം. കണ്ടോ, ചേച്ചി ഒരു ടീമില്, അനിയത്തി വേറൊരു ടീമില്. എന്താ ഇവിടെ കളിയിലല്ലേ കാര്യം? ഇവിടെ കളിയിലല്ലേ കാര്യം? കളിയിൽ കാര്യമുണ്ട്, അത് വഴിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വഴിയാണെങ്കിലും പിന്നെ കാര്യം അങ്ങനെ അത് പോട്ടെ, ചേച്ചി എന്റെ ടീമിൽ വരുന്നതായിരുന്നു, നീ എങ്ങനെ അറിഞ്ഞേ? ഞാൻ ഇതൊക്കെ മുൻകൂട്ടി അറിയുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല. നിനക്ക് മുൻകൂട്ടി അറിയാൻ മറ്റേ ഇവിടെ മെയിൻ ഞാനാണ്. അപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചോർത്തി കിട്ടും. എല്ലാവരും മനസ്സിലാക്കാൻ നായകൻ ഞാനാണ്. ശരി നായക, ഞാൻ എന്റെ നായികമാരെ വിളിച്ചോട്ടെ? വിളിച്ചോളൂ. അപ്പോ നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ട നമ്മുടെ നായിക ദിൽഷ. അവിടെ ഇരുന്നാൽ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. മതി. ആ കുട്ടിയെ പേടിപ്പിക്കില്ല, തുടക്കത്തിൽ തന്നെ പേടിപ്പിക്കില്ല. ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു. ഇനി ദിൽഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിൽഷ അത്യാവശ്യം നല്ല റിയാലിറ്റി ഷോയിലും അതുപോലെ തന്നെ മത്സരത്തിൽ, പേടിയില്ലാത്ത മത്സരത്തിലെല്ലാം പങ്കെടുത്ത് മത്സരത്തിൽ പൊരുതിയ ഒരു കുട്ടിയാണ്. മാത്രമല്ല മിനി സ്ക്രീനിൽ അത്യാവശ്യം ഒരു സീരിയലിലൊക്കെ ഹീറോയിൻ ആയിരുന്നു. നല്ലൊരു ഡാൻസർ ആണ് അല്ലേ ദിൽഷ? എന്തുണ്ട് ബോയിങ് വരുമ്പോൾ എക്സ്പീരിയൻസ്? കുറെ മത്സരം പങ്കെടുത്താണല്ലോ. അതെ, എനിക്ക് ഇങ്ങനെയുള്ള ഫണ്ണി ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫണ്ണി, അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഗെയിം അല്ല, സീസണിലെ ഗെയിം ഇഷ്ടമാണ്, പക്ഷെ കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ ഫസ്റ്റ് എനിക്ക് കോൾ വന്നപ്പോ എനിക്ക് ഇവിടെ വരുമ്പോ ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമാണ്, ദീപൻ ചേട്ടന്റെ ടീമിലാവണേ. ആക്ച്വലി എനിക്ക് തോൽക്കാൻ ഒട്ടും താല്പര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡയലോഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഒന്നും കൂടി എടുത്തിട്ട് കാണിക്കണം. ആ കമ്പിട്ട പല്ലിന്റെ തിളക്കുണ്ടല്ലോ, അതിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം. അപ്പം ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ഈ നമ്മുടെ ഗെയിമൊക്കെ ടിവിയിൽ കണ്ടോ? ശരിക്കും കണ്ടു. ടിവിയിലാണോ കണ്ടേ അതോ നമ്മുടെ സി ആപ്പിലാണോ കണ്ടേ? C5 ആപ്പിലാണ് ഞങ്ങൾ. ഓക്കെ, എങ്ങനെയുണ്ട് ഷോ കണ്ടപ്പോ? നല്ല ഷോ ആയിരുന്നു. എനിക്ക് താമരശ്ശേരി ചുരം ആ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത ഒരു ഗെയിമാണ് താമരശ്ശേരി ചുരം. അപ്പൊ അടിപൊളി. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പ്ലീസ് വെൽക്കം ലക്ഷ്മിക. ലക്ഷ്മികയെ ഞാൻ നന്നായിട്ട് കണ്ടുപരിചയുണ്ട്. ഫേസ്ബുക്കിലല്ലേ? ഫേസ്ബുക്കിലാണെന്ന് അറിയില്ല, എവിടെയൊക്കെ ആയിട്ട് കണ്ടുപരിചയുണ്ട്. സിനിമാ നടിയല്ലേ? ചെറുതായിട്ടൊക്കെ. അതാണ്. കുട്ടനാടൻ ബ്ലോഗ് അഭിനയിച്ചിട്ടില്ലേ? അതാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ ഏതാ? ഇപ്പം ഞാൻ റിലീസായത് കുട്ടനാടൻ ബ്ലോഗ് ചെയ്തിരുന്നു, മന്ദാരം, പിന്നെ നിത്യഹരിത നായകൻ. ഇനി വരാനുള്ളത് ഉയരെ, പിന്നെ യമണ്ടൻ പ്രേമകഥ. ദുൽഖറിന്റെ പടം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ശരിക്ക് ഈ ദുൽഖർ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഗ്ലാമർ ഒക്കെ ഒറിജിനൽ ഉണ്ടോ?
സത്യമായിട്ടുണ്ട്. മമ്മൂട്ടിയാണോ അല്ല ദുൽഖറാണോ ഗ്ലാമർ ഞാൻ പറയൂല, പക്ഷേ ഇല്ലില്ല. ഒറിജിനൽ ക്യാമറ ടെക്നിക് ഒന്നല്ല. ഇല്ല, പുള്ളി കാണാൻ സൂപ്പറാ. ഓക്കെ, ലക്ഷ്മിക ബോയിന്റെ പ്രോഗ്രാം കാണാറുണ്ട്. ഓ ഉണ്ടല്ലോ. കാണാറുണ്ട്. അപ്പൊ ഈ എന്താ പറയുക ഫിറ്റ്നസ് ട്രെയിനർ ഈ മത്സരത്തിലെല്ലാം ജയിക്കുമല്ലോ? അങ്ങനെ ചോദിച്ചാ പൊളിക്കും. മാക്സിമം അടിച്ചു. അയ്യോ പ്ലീസ്, അടുത്ത ഷോയ്ക്ക് വേണ്ട, പൊളിക്കരുത്, അവിടെ വെച്ചേക്കണം. അങ്ങനെയല്ല. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള് നമുക്ക് ബോളിവുഡിൽ എല്ലാവർക്കും അറിയാം, വളരെയധികം ഞാനൊരു ഫാനാണ് ആലിയ ഭട്ടിന്റെ. നമുക്ക് അതുപോലെ പക്ഷെ ആ ആലിയ ഭട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് തമിഴിൽ നിന്ന് നമ്മളൊരു ആലിയ ഭട്ടിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്ലീസ് വെൽക്കം ആലിയ. You are coming from? I am from Chennai. ചെന്നൈ. പിന്നെ എന്റെ തമിഴ് പരിജ്ഞാനം ഞാൻ ഉപയോഗിക്കണം. എപ്പോഴും നമ്മുടെ ടീമിൽ ഒരു തമിഴ് ഉള്ളത് നല്ലതാണ്. எப்படி இருக்கு தமிழ்நாட்டுல விசேஷங்களெல்லாம்? எல்லாம் நல்லா இருக்கு, சூப்பரா இருக்கு. உங்களுக்கு ஹிந்தி தெரியுமா? தெரியும். தமிழ்ல இந்த ஷோ ஹிட்டா? எது? தமிழ்ல ஹிட்டா? அதுதான் நீங்க இங்க வந்துட்டே. ஆமா. என்ன வர்க் பண்ணிட்டு இருக்கு? I'm working with airlines. Airlines டா. Air hostess-ஆ? Trying for air hostess, but I'm in ground SAS. ஓகே. ഫ്യൂച്ചറില് ഹിന്ദി ഓക്കെ തന്നെ? हिंदी. then ഒന്നും आपको വരുന്നില്ലല്ലോ. हिंदी आती है? ആത്തി ഇപ്പൊ ആത്തിയില്ല. ആത്തും ഇൻ ഫ്യൂച്ചർ ആത്തും. ഓക്കെ ഓക്കെ മതിയാ? ബഹൻ ഹായ് ബഹൻ, കൈസേ ഹോ? हाँ मैं ठीक हूँ, आप कैसे हो? അത്രക്കില്ല. ഓക്കെ ഇനി എന്റെ കൊലമാസ ടീമിലേക്ക് വരാം. ഞാൻ നിങ്ങളുടെ ടീമിൽ പല്ലിന് കമ്പിയിട്ട് ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതിന് കട്ടക്ക് നിൽക്കുന്ന വേറൊരു പല്ലിന് കമ്പിയിട്ട് ആളെ കൊണ്ടുവന്നു. അയാളുടെ പേര് പറയുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം കാണിച്ചു തരാം. അതായത് വഴിമാരടാ മുണ്ടക്കൽ ശേഖര. ശേഖയുടെ ആ ഒരു ചിരിയൊക്കെ കണ്ട? ശേഖർ ഒന്നൊന്നര സംഭവമാണ്, പൊളിക്കും ഇന്ന് തകർക്കും. അത് ദിൽഷയുടെ സിസ്റ്ററാണ് ശേഖ. അതെനിക്ക് നീ പറയാതെ എനിക്കറിയാം. നീ ഇതൊക്കെ അറിഞ്ഞു വെക്കുമല്ലോ. ശേഖ പറയൂ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നേ? ഒരുമിച്ചാണോ വന്നത്? ഒരുമിച്ച് വരുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാൻ ഉണ്ടോ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് ടീമിലാകാന്ന്? സൂരജിന്റെ ഒരു പ്രത്യേകത അറിയാമോ? സൂരജ് ഇങ്ങോട്ട് നിങ്ങളെ നല്ല വാനൊക്കെ പിടിച്ച് കൊണ്ടുവരും, പക്ഷെ മത്സരത്തിൽ എങ്ങനെ തോറ്റു കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ ഇട്ടിട്ട് അവന്റെ പാട്ടിന് പോകും. അത് പോയിന്റാണ്. അതിൽ ചെറിയ കാര്യം ഇല്ലാതില്ല, അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് കാണിക്കണം. അടുത്ത ആളെ പരിചയപ്പെടാം. തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു സുന്ദരിയെ കണ്ടോ? എന്തൊരു സുന്ദരി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം. പക്ഷെ ആ സുന്ദരി ഇന്ന് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത് അത്രയും എനർജി ഉള്ളിൽ ആവാഹിച്ചിരിക്കുന്ന ആളാണ്. കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും 5 റൗണ്ട് ഡെയിലി രാവിലെ ഓടുന്ന ആളാണ്. ദോഹയിലുള്ള സൂരജ് നിനക്ക് കലൂർ സ്റ്റേഡിയത്തിൽ ആ കുട്ടി ഓടുന്ന എങ്ങനെ നിനക്കറിയാം? ഞാൻ മറ്റേ GPS വെച്ചിട്ട് നോക്കും അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്. എന്ന് രാവിലെ ഒരു കഥാപാത്രം ഇങ്ങനെ പോകുന്നതാണ്. പെൺകുട്ടികൾ രാവിലെ എവിടേക്കാണ് ഓടുന്നത്? അല്ല ഞാൻ അങ്ങനെ ചോദിക്കും. ദീപ, അയാളുടെ പേര് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു സിനിമ പേര് പറയണം. ആൻമരിയ കലിപ്പിലാണ്. ഇറ്റ് ഈസ് ആൻമരിയ. ശരിക്കും കലിപ്പിലാണോ? ശരിക്കും കലിപ്പിലല്ല. ഇവനോട് കുറച്ച് കലിപ്പാവും. എന്ത് കാര്യത്തിലാ കലിപ്പാവുന്നേ? ഇഷ്ടമില്ലാത്ത കാര്യം വന്ന് പെട്ടെന്ന് ഈ രാവിലെ കലൂർ സ്റ്റേഡിയത്തിൽ ഓടാൻ പോകുമ്പോ, രാവിലെ അല്ല, ഞാൻ ഈവനിങ് ആ പോകുന്നത്. ഈവനിങ് പോകുമ്പോ ഓട്ടത്തിനിടയ്ക്ക് ആരുടെയും കലിപ്പായിട്ടുണ്ടോ? ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ പറയുമായിരുന്നു, ദേഷ്യം വരും. എന്ത് കമന്റ്സ് സാധാരണ വരുന്നേ? ഓടുമ്പോ എന്താണ് കമന്റ്സ് വരാറ് പൊതുവെ? അങ്ങനെയൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, അതുകൊണ്ട് നേരെ സോങ് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ച് ഇപ്പൊ ഓടുന്നത്. ഈ സാധാരണ പറയുന്ന എപ്പോഴും ആൺപിള്ളേരാണ് പെൺപിള്ളേർക്കെതിരെ ഇങ്ങനെ കമന്റ്സ് ഒക്കെ പറയുന്നത്. നിങ്ങൾ ഈ പെൺപിള്ളേർ ആണുങ്ങൾക്ക് കമന്റ്സ് ചെയ്യാറുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. കള്ളം പറയല്ലേ? ഈ ആൺപിള്ളേർക്കെതിരെ പറയുന്ന ഒരു കമന്റ് പറഞ്ഞു. ഇവനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യം. അവൻ കാണാൻ ചുള്ളനാണല്ലോ, അങ്ങനെയൊക്കെ പറയോ? അതെന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ? എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അല്ലേ? അല്ല, എനിക്ക് ദീപനെ പിണക്കാൻ പറ്റത്തില്ല. നീ എന്റെ ടീമാണ്, കാശ് മുടക്കി കൊണ്ടുവന്ന ഞാനാണ് കേട്ടോ. അടുത്ത ആള് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു തമിഴ് സുന്ദരിയാണ്. ആ തമിഴ് സുന്ദരിയുടെ പ്രത്യേകതകൾ എടുത്ത് പറയാൻ തുടങ്ങി കഴിഞ്ഞാല് കുട്ടി തല കുത്തിയിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്. തലകുത്തി അല്ല, ആ തലകുത്തലല്ല, ഇത് നിലത്ത് തലകുത്തിയിട്ട് വട്ടം കറങ്ങിക്കൊണ്ടുള്ള അടാറ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. ഇറ്റ് ഈസ് പ്രിയങ്ക. അപ്പൊ എന്തായാലും നമ്മൾ ടീം എയും ടീം ബിയും പരിചയപ്പെട്ടു. പക്ഷെ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായല്ലോ ഇവരെല്ലാം നിസ്സാരക്കാരല്ല. പക്ഷെ നമ്മുടെ ഗെയിം നിസ്സാരമല്ല. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഗെയിമാണ് സൂരജ് നീ പോ മോനെ ദിനേശ. നീ പോ മോനെ ദിനേശ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2 പേരുടെ ആവശ്യമുണ്ട്. ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു ആലിയ, ടീം ബിയിൽ നിന്ന് പ്രിയങ്ക.
നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ രണ്ടുപേരും അവിടെ കൊണ്ട് പ്ലേസ്ഡ് ആക്കിയിട്ടുണ്ട്. ഇനിയാണ് ഗെയിമിന്റെ ബാക്കി ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. നീ പോമോനെ ദിനേശിൽ നമ്മൾ കാണുന്ന ആ സ്കോർ ബോർഡിൽ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ആദ്യം കാണുന്ന യെല്ലോ സർക്കിൾ ആണ്. വി ക്യാൻ സീ 40 പോയിന്റ്സ്. റെഡ് സർക്കിൾ നമുക്ക് കാണാം 60 പോയിന്റ്. അതുപോലെ മിഡിൽ ഓഫ് ദ പോർഷൻ നമുക്ക് കാണാം 80 പോയിന്റ്സ്. ഇനി രണ്ടുപേരുടെ തലക്കും ഉണ്ട് പോയിന്റുകൾ. സ്വന്തം ടീമിന്റെ തലക്കാണ് നമ്മൾ തരുന്ന ഇങ്ക് ബോൾ എറിഞ്ഞു കൊള്ളിക്കുന്നതെങ്കിൽ 0 പോയിന്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ടീമിന്റെ തലയിലാണെങ്കിൽ ഇറ്റ് ഈസ് 100 പോയിന്റ്. എന്തായാലും ഇനി ബാക്കി കാര്യം പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തായാലും C5ലും എല്ലാത്തിലും ഗെയിം കണ്ടതാണ്. ഈ കയ്യിൽ തരുന്ന ഇങ്ക് ബോൾ നേരെ ത്രോ ചെയ്യുക, പോയിന്റ്സ് എടുത്ത് തിരിച്ചു വരിക. ഞാൻ ആദ്യം ക്ഷണിക്കുന്നു ദിൽഷ. റെഡിയല്ലേ? പ്രാർത്ഥിച്ചുകൊണ്ട് ബോൾ എടുക്കുക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 നീ പോ മോളെ. ദിനേശ ഇത്ര ചാടി മറിയാനൊന്നുമില്ല. 60 പോയിന്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവം. ഞങ്ങളുടെ ചാട്ടം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, സൂരജ് അല്ല. പക്ഷെ എന്നാലും സാരമില്ല, നല്ലൊരു തുടക്കമായിരുന്നു. നല്ലൊരു കൈ പ്ലീസ്. എന്താ പറ്റിയ? ആക്ച്വലി ഞാൻ ടാർഗറ്റ് ചെയ്ത് അവിടെയായിരുന്നു കറക്റ്റ് ത്രോ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ആ എഡ്ജിൽ എത്തുമ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. ഞാൻ ടപ്പ് ചെയ്ത് പറഞ്ഞ് വീണത് മാത്രമേ ഓർമ്മ. വരുമ്പോഴേക്ക് പച്ചയൊക്കെ കുത്തിയല്ലോ കയ്യില്. ഭംഗിയായിട്ടുണ്ട്. പക്ഷെ പോകുന്നത് എൻജോയ് ചെയ്തോ? ശരിക്കും എൻജോയ് ചെയ്തു. വെരി ഗുഡ്. പ്ലീസ്. അപ്പൊ ചേച്ചി 60 വാങ്ങി തന്നു. ഇനി ഞാൻ അനിയത്തി ഇറക്കിയിട്ട് 100 വാങ്ങാൻ വേണ്ടി പോവാണ്. സാധാരണ പറഞ്ഞ ചേച്ചി ചെയ്താൽ അനിയത്തി അതുപോലെ ചെയ്യും, അനിയത്തി ചെയ്താൽ ചേച്ചി അതുപോലെ. ചേച്ചി അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് 60 ആണ്. ഒരിക്കലും ഞാൻ അതിനേക്കാൾ അതുക്ക് മേലെ നമ്മൾ പൊളിക്കും. All the best. Ready? 3, 2, 1 Your time starts now. നീ പോ മോളെ. ദിനേശ. കുറച്ച് വാങ്ങിയതും പോലെ അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ചേച്ചി ഇവിടെ ഡാൻസ് കളിച്ചപ്പോ മനസ്സിലായില്ലേ എന്താ പറ്റിയത്? നീ എന്താ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിയാ? എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കാം, ചേച്ചിയോടൊപ്പം വളരാൻ സാധിക്കില്ല. ചേച്ചിയാണ് ആദ്യം കുറച്ച് ഓണം കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് പതിയെ വളരുക. ഓക്കെ, നെക്സ്റ്റ് ഗെയിം നമുക്ക് സ്റ്റാർട്ടിംഗ് അല്ലേ? ഇത് ഇങ്ങനെ തന്നെ ആവോടെ? നടക്കുന്ന കേസാണ്. മേക്കപ്പ് വേണം, മുഖം വിളറി. വേണ്ട നടക്കുമോ വല്ലതും? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മാർക്കിൽ ചെറിയൊരു വേരിയേഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കണ്ടേ? അതിനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ്ങിന് ടൈമിന്റെ ആവശ്യമുണ്ട്. This is Boing Boing co-powered by Damro Furniture. Have a short break. Boing boing. Boing boing. Welcome back to the show. This is Boing Boing co-powered by Damro Furniture. പക്ഷേ ഞങ്ങളുടെ ആ വേരിയേഷൻ ഒക്കെ ഇനി മാറാൻ പോകുന്നത് അടുത്ത ആളെ വിളിക്കുമ്പോഴാണ്. അതിനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ വിളിക്കുന്നു ലക്ഷ്മിക. വെയിറ്റ് ഇല്ല, മനസ്സിലാക്കുക, പോവേണ്ട പൊസിഷൻ നോക്കുക, ഉന്നം പിടിക്കുക, മൂക്ക് പിടിക്കുക, മാർക്ക് പിടിക്കുക. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 നീ പോ മോളെ. ദിനേശ ഇവനെ കൊണ്ട് എന്നെ പറയിക്കാൻ വേണ്ടിട്ടാണോ? എന്നാലും എങ്ങനെ ഇത്ര കൃത്യമായിട്ട് സ്വന്തം ടീമിന്റെ മുഖത്ത് എറിഞ്ഞു കൊള്ളിച്ചു? ചോദിക്കുന്നതാണോ? സ്വന്തം ടീമിന്റെ മുഖത്ത് എങ്ങനെ കൊള്ളിച്ച്? എനിക്കറിയത്തില്ല. ആ കുട്ടിയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ആ കുട്ടിക്ക് മലയാളം അറിയാത്തോണ്ട് മലയാളത്തിലൊന്നും പറഞ്ഞിട്ടില്ല. കഥകളിക്ക് ചുട്ടികുത്തിയവരാക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. മേലാൽ ഈ പണി ഇനി ആവർത്തിക്കരുത്. ഇനി ഗെയിംസ് ഉണ്ട്, പക്ഷെ ഇതുപോലെ ആകരുത്. എന്തായാലും ടീം എക്ക് ഇവിടെ ഒരു 0 പോയിന്റ് ആണ് കിട്ടിയത്. പക്ഷേ സാരമില്ല, ഞങ്ങൾ എല്ലാവരും 10 മടങ്ങ് കൂടെ തിരിച്ചു വരുന്നതാണ്. പോകൂ, പ്ലീസ് പോകൂ.
നിനക്ക് തൃപ്തിയായാ? എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ ഓവറായിട്ട് കളിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വളരെ ഡീസെന്റ് ആയിട്ടുള്ള ഡീലിംഗ് ആയിരുന്നു. ഇത്ര കളിയാക്കിയില്ലേ? ഇല്ല, അത് കുറച്ചേ ഉള്ളൂ. അത് പിന്നെ നോർമലി ഉള്ളതല്ലേ. ശരി, പക്ഷേ ഇനി ശരിക്കുള്ള കളിയാക്കൽ വരാനിരിക്കുന്നത്രേ. എന്റെ കുട്ടി 80 അല്ലെങ്കിൽ 100 എടുക്കുന്ന സമയത്ത് ആൻമരിയ കലിപ്പോടെ വാ. ആൻമരിയ കട്ടക്കലിപ്പിലല്ലേ? കലിപ്പ്, കട്ടക്കലിപ്പ്. ആ മുഖം നമുക്ക് പൊളിക്കണം. Your time starts now. 3, 2, 1. നീ പോ മോളെ. ദിനേശ. സാധാരണ പച്ച കുത്തുന്നു, ചുട്ടി കുത്തുന്നു കേട്ടിട്ടുണ്ട്. ഇത് എന്ത് കുത്തിയതാണ്? അല്ല, 40 പോയിന്റും കിട്ടി, മൂക്കിന് ഏറും കിട്ടി. ഇത് എങ്ങനെ സാധിച്ചു? അറിയില്ല, ഒന്നും അറിയില്ല. എന്താ സംഭവിച്ചു പറയും? അല്ല, അങ്ങോട്ട് പോകുന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നു. ബാക്കി എന്ത് സംഭവിച്ചെന്ന് ഒരു ഓർമ്മയില്ല. എന്റെ ശാപം വാങ്ങാതെ പോകുകുട്ടി. ഇതിലൊന്നും അല്ല മത്സരത്തിൽ മാർക്സുകൾ വരാൻ പോകുന്നത്. ഇതിലും ഗംഭീര മത്സരമല്ലേ പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നതും വരാൻ പോകുന്നതും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അവർ രണ്ടുപേരും ഇങ്ങോട്ട് ക്ഷണിക്കാം. വരും മക്കളെ. How was the experience? ஒரு ஏதோ நம்மளே தாக்க வர மாதிரி இருந்துச்சு. அப்படியா? இங்கதான் ஏறு கொண்டது I இல்ல. didn't expect this from you, from my team. Okay, അടുത്ത ആള്. I thought this iron ball. Okay. Iron ball എന്ന് വെച്ചിട്ടാ. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കൈയടി കൊടുക്കോ. സൂപ്പർ, ഗുഡ് ജോബ്. ദീപ, ടീം ബി ഇപ്പോ വിൻ ചെയ്തിരിക്കുകയാണ്. 20 പോയിന്റ് വ്യത്യാസത്തിൽ ഞങ്ങൾ ലീഡ് ചെയ്യാണ്. അപ്പൊ ഞങ്ങൾ ഒരു പണിഷ്മെന്റ് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ ടീമിൽ ഒരു ഡാൻസർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ദിൽഷ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണം ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് സെഗ്മെന്റിനായിട്ട് നമ്മുടെ ടീമിന് അല്പം മാർക്ക് കുറഞ്ഞു പോയെങ്കിലും പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ മനസ്സിലാവും ടീം എക്ക് മാർക്ക് കുറഞ്ഞത് തന്നെയാണ് നല്ലതെന്ന്. ദിൽഷ, പ്ലീസ് കം ആൻഡ് മ്യൂസിക് പ്ലീസ്. പ്രേക്ഷകർക്ക് ഞാനാണ് പറയുന്നത്. കാരണം ബോയിലെ ഏറ്റവും കൂടുതൽ വരുന്നത് കണ്ടസ്റ്റൻസ് ഗേൾസ് തന്നെയാണ്. പക്ഷെ ഗേൾസ് ഉണ്ടെങ്കിലും ഇതുപോലൊരു ലവ്ലി ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. ദിൽഷാദ്, നല്ലൊരു കൈയടി പ്ലീസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ ഡാൻസ് സ്കൂളിലേക്ക് കുട്ടി ഞാൻ ക്ഷണിക്കാം. ആക്ച്വലി അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പക്ഷെ എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ഇത്രയും നല്ലൊരു പണിഷ്മെന്റ് തന്നതിന്. താങ്ക് യു. ഓക്കെ, പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ പണിഷ്മെന്റ് അവര് നെഞ്ചിലേറ്റി കഴിഞ്ഞു. പക്ഷേ അപ്പോ എന്തായാലും നമ്മുടെ സൂരജിന് ഡാൻസ് കളിക്കാൻ അറിയില്ല. പക്ഷെ അവന് സാധാരണ പെൺകുട്ടികളും ഇതുപോലത്തെ മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഡാൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉള്ളിന്ന് വരണം. അവന്റെ ഉള്ളിന്നും തക്കാളിന്നൊന്നും വരില്ല. അപ്പൊ എന്തായാലും ദിൽഷ, ഒരു അവസരം നമുക്ക് സൂരജിന് കൊടുക്കാം, നോക്കാം. അപ്പൊ ഈ സെയിം സോങ് വേറൊരു മൂഡിൽ നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്കും അതുപോലെ നല്ല ഡാൻസേഴ്സിനും ഇത് കാണുമ്പോൾ എന്തായാലും അവർക്കൊരു നഷ്ടമുണ്ടായിരിക്കും. പ്രണയം, ഡാൻസ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സോ ഐ ഹാവ് എ വിഷ്. ഐ വാണ്ട് ടു ഡാൻസ് വിത്ത് യു. ഓക്കെ, ഇനി അതും കാണണം. മ്യൂസിക് അഗൈൻ പ്ലീസ്.
ഡയറക്ടർ സാർ എനിക്കൊരു അവസരം തരും. ആ സ്റ്റെപ്പ് ഞാൻ മറന്നുപോയതാ. ആ എടുക്കുന്നതൊക്കെ എനിക്കറിയാം. ഒരവസരം കൂടി ഇപ്പൊ എടുക്കുന്ന ആ സ്റ്റെപ്പൊക്കെ എനിക്കറിയാം. പ്ലീസ് അത് പ്ലീസ്. അത് ഞാൻ മറന്നുപോയതാ സമയത്ത്. അപ്പൊ എന്തായാലും രണ്ട് സാധാരണ എപ്പോഴും ഡാൻസിൽ പറയുന്ന ലിഫ്റ്റ് മൂവ്മെന്റ്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു വേയിൽ പോകുമ്പോൾ ആ ഒരു ഫോളോ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. നീ ഇപ്പൊ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി അതിന്റെ ബുദ്ധിമുട്ട്. അത് നല്ല കനുണ്ടാ. പക്ഷേ നമ്മുടെ ഈ രണ്ടുപേരും ഡാൻസ് ചെയ്തപ്പോൾ എന്തായാലും അത് ജഡ്ജ് ചെയ്യട്ടെ. പറയൂ എങ്ങനെയുണ്ടായിരുന്നു? ദീപൻ ചേട്ടനോട് ചെയ്യുമ്പോൾ എനിക്ക് ശരിക്കും ഒരു നല്ലൊരു പാർട്ട്ണറിന്റെ കൂടെ നല്ല റൊമാൻറ്റിക് അതെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ തലകറങ്ങി വീണിട്ട് എന്നെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്ക് ആളെ എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സന്തോഷമായല്ലോ. സന്തോഷമായല്ലോ. സൂരജിന്റെ ആഗ്രഹവും സന്തോഷവും എല്ലാം ഇവിടെ നിർവേറിയിരിക്കുകയാണ്. പക്ഷേ നമുക്കായിട്ടൊരു ചെറിയ ഇടവേളയ്ക്കുള്ള സമയമാണ്. ദിസ് ഈസ് ബോയിങ് ബോയിങ് co-powered by ലാസ് ഐസ്ക്രീം ആൻഡ് ഡാമർ ഓഫ് ഫർണിച്ചർ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. Boing boing. Boing boing. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. നമ്മുടെ ബോയിങ് ബോയിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. എന്താണ് സൂര്യ പേര്? തോമസ് കുട്ടി വിട്ടോട. തോമസ് കുട്ടി വിട്ടോട റൗണ്ടിൽ നമ്മുടെ മുന്നിൽ കാണാം ഒരു റോളിംഗ് ട്യൂബ് കാണാം. രണ്ട് സൈഡിൽ ഹാമർ അടുക്കിയിരിക്കുന്ന കാണാം. മിഡിലായിട്ട് ഒരു ഡോങ് തൂക്കിയിരിക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയെങ്കിലും ഇല്ലെങ്കിലും റൺ പറഞ്ഞ ശേഷം ഓടുക, ഡോങ് അടിക്കുക. ഡോങ് അടിച്ച ശേഷം ആദ്യം അടിക്കുന്ന ആൾക്ക് ഉത്തരം പറയാനുള്ള ചാൻസ് ഉണ്ട്. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 50 പോയിന്റ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഡോങ്ങിൽ അടിക്കുന്ന സമയത്ത് ഹാമർ വലിച്ചെറിയാൻ പാടുള്ളതല്ല. ഇൻ കേസ് നിങ്ങൾ ഹാമർ വലിച്ചെറിയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരാളെ കാണാം. ബില്ലു അവിടെ ചുമ്മാതല്ല നിൽക്കുന്നത്. ഒരു പണിഷ്മെന്റ് സെഗ്മെന്റ് ആയിട്ട് പണിഷ്മെന്റ് ബോക്സുമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഹാമർ ഒക്കെ വലിച്ചെറിഞ്ഞ് ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നല്ല പണിഷ്മെന്റ് ബില്ലു വരും. മലപ്പുറം കത്തി മുതൽക്ക് പിന്നെ എന്തൊക്കെയോ സാധനം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കാനായിട്ട് ഞാൻ ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നു ദിൽഷ ആൻഡ് ടീം ബിയിൽ നിന്ന് ഷേഖ. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, റൺ കേട്ടതിന് ശേഷം മാത്രം ഓടുക. ആദ്യം ആരാണ് ഹാമർ ഡോങ്ങിൽ അടിക്കുന്നത് അവർക്കാണ് ഉത്തരം പറയാനുള്ള ചാൻസ് കിട്ടുന്നത്. നിങ്ങളുടെ ചോദ്യം ഇതാണ്, പവനായി ശവമായി ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ്? അങ്ങനെ പവനായി ശവമായി ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണ്? ആലോചിച്ച് വെച്ചോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. അനിയത്തിയാണ് ഓട്ടത്തിൽ മിടുക്കി എന്ന് ഇവിടെ തെളിച്ചിരിക്കുന്നു. അനിയത്തി മൈക്കിന്റെ പൊസിഷനിൽ വരിക. ഒരിക്കൽ കൂടെ ചോദ്യം ചോദിക്കുകയാണ്, പവനായി ശവമായി ഇത് ഏത് സിനിമയിലെ ഡയലോഗാണ്? വളരെ ഫേമസ് ആണ്, നശിപ്പിക്കരുത് പ്ലീസ്. ഗോഡ്ഫാദർ ആണോ? ഗോഡ്ഫാദർ. അടുത്ത ആള് റാംജി റാവ് സ്പീക്കിംഗ്. റാംജി റാവ് സ്പീക്കിംഗ്. രണ്ടും കട്ടക്ക് ടീമാ. രണ്ടും. ശരിക്കും എന്റെ പേര് PB നാരായണൻ എന്നാ. പൊന്നൊരു പ്രൊഫഷണൽ കില്ലർക്ക് ഇത് ചെയ്യാത്തോണ്ട് പവനായി എന്നാക്കി. ഇത് കേട്ടിട്ടില്ല ഈ ഡയലോഗ്? ഇതുവരെ കേട്ടി. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഞാൻ ക്യാപ്റ്റൻ രാജുവിനെ ഉദ്ദേശിച്ചത്. അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായില്ല. ക്യാപ്റ്റൻ രാജ് സാറിന്റെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ സൗണ്ട് ഇല്ല. അത് കറക്റ്റ് ആയിട്ട് വന്നില്ല. രണ്ടുപേർക്കും ഉത്തരം ശരിയായിട്ട് പറയാൻ സാധിച്ചില്ല. ഉത്തരം നാടോടിക്കാറ്റുന്ന സിനിമയിലെയാണ്. ഓർമ്മയില്ല ദാസനും വിജയനും CID. എന്റെ ദൈവമേ. എന്തായാലും നമ്മുടെ ആചാരത്തിന്റെ മനോഹരമായ സെഗ്മെന്റ് പണിഷ്മെന്റ് സെഗ്മെന്റ് ചേച്ചി അനിയത്തിയും ഒരുമിച്ച് മേടിക്കുക. ഒറിജിനൽ പണിഷ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ പണിഷ്മെന്റ്. ആ പൂളിൽ ഇരുന്നിട്ട് അടാർ ഡാൻസ് ആണ് ചേച്ചിയുടെ അനിയത്തിയുടെ. രണ്ടുപേരും മുങ്ങി കുളിച്ച് ചേച്ചി അനിയത്തി ഉത്തരം പറഞ്ഞ് വെള്ളത്തിൽ ഉത്തരം കളഞ്ഞില്ല. പക്ഷെ രണ്ടുപേരും നല്ലൊരു ഡാൻസ് ആയിരുന്നു. മുങ്ങി. സന്തോഷമായല്ലോ? എന്തായാലും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം തെറ്റിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും അടാറ് പണിഷ്മെന്റ് ഉണ്ട്. ബില്ലു ആവോ.
ഇന്ന് മൊത്തം വെജിറ്റേറിയൻ ആണല്ലോ. രണ്ടുപേരും വരിക. ഷേഖാൻ, ദിൽഷ, പ്ലീസ് കം. ഇതില് ഹാർഡ് ആയിട്ടുള്ള ഫുഡാണ്, ഇതില് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ലിക്വിഡുകൾ. അതായത് ജ്യൂസ് ആണ്, പിസ്ത, അതുപോലെ സ്ട്രോബെറി, അത് ജ്യൂസ് ആണ്. അപ്പം രണ്ടുപേരും കൂടെ ഒരു ഐഡിയ വെച്ചിട്ട് സെലക്ട് ചെയ്തോ വേണമെങ്കിൽ. ഏതാണ് ഇവിടെ നിങ്ങൾ ആദ്യം ഒരു തീരുമാനം ഉണ്ടാക്കണം. ഏതാ വേണ്ടേ? ഒന്നിൽ പിടിക്കേ. ഇത് രണ്ടുപേരും ഇത് സെലക്ട് ചെയ്തു. പിസ്ത ജ്യൂസ് ആയിരിക്കും മിക്കവാറും. പിസ്ത ആയിരിക്കും. ഇത് അടിപൊളി ജ്യൂസ് സാധനമാണ്. പിസ്ത കലക്കിയതാണ്. സൂരജ് പിസ്ത കലക്കിയതാണ്. ഇതാണ് നമ്മുടെ ബോയിന്റെ നിങ്ങൾക്കുള്ള വെൽക്കം ഡ്രിങ്ക്. ഓക്കെ, അപ്പൊ ആദ്യം ചേച്ചിയാണോ അനിയത്തിയാണോ കുടിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ എനിക്ക് നിങ്ങളെ കുടിപ്പിക്കാൻ പറ്റില്ല. ആരാണ് അത്? ഇല്ല, ദീപം കുടിക്കും. പിന്നെ ശരി, കുറച്ച് ഇവിടെ കുടിക്കും, കുറച്ച് ഇവിടെ കുടിക്കും, പിന്നെ കുറച്ച് ഇവിടെ കുടിക്കും. ഓക്കെ, കുടിക്കട്ടെ. ആ നല്ലൊരു കയ്യടി പ്ലീസ്. Come on everybody. തോമസ് കുട്ടി വിട്ടോട റൗണ്ട് ആദ്യം അവസാനിക്കുമ്പോൾ ടീം എക്കും ടീം ബിക്കും ഈക്വലി അവർ 0 ആണ് മേടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 0-ൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമെന്ന് അറിയേണ്ടതിനായിട്ട് ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ആലിയ, ആൻഡ് ടീം ബിയിൽ നിന്ന് പ്രിയങ്ക. ദിസ് ടൈം നിങ്ങളോട് ടങ് ട്വിസ്റ്റർ ആണ്. ടങ് ട്വിസ്റ്റർ. ഓക്കെ, അപ്പോ ഡോങ് അടിച്ചதுக்கு அப்புறம் நான் அது கேட்கலாம். റൺ കേട്ടதுக்கு அப்புறம் റൺ பண்ணுங்க. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 റൺ. അപ്പോ എന്റെ ബിയിലെ കുട്ടിയാണ് ആദ്യം ഡോങ് അടിച്ചത്. സോ സിമ്പിൾ ടങ് ട്വിസ്റ്റർ. കെയർഫുള്ളാ കേളുങ്ക, അப்புறம் சொல்லணும். She sells seashells in the seashore. 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 മുരുക, മാർക്ക് കൊടുത്തൂടെ? അപ്പോ എന്തായാലും ടീം എക്ക് പണിഷ്മെന്റ് ഉള്ള സമയമാണ്. ബില്ലു, പ്ലീസ് കം. ദിസ് വൺ. കുട്ടി ചൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർമെലൺ ജ്യൂസ് ആണ്. യു ആർ ടു ലക്കി. ഓ, ഷുഗർ ജ്യൂസ്, ഷുഗർ വാട്ടർ, ഇളനീർ തണ്ണി, ഇളനീർതാ. കോക്കനട്ട് ഡ്രിങ്ക് ഇല്ലേ? കോക്കനട്ട് വാട്ടർ. ഹാവ് ഇറ്റ്. ഐ ക്ലോസ് പണ്ണി ഒട്ട. നല്ലൊരു കൈയടി. വാവ്, സൂപ്പർ. ഇളനീർ തുപ്പിക്കളയാ കൂടാതെ. ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു ലക്ഷ്മിക. ടീം ബിയിൽ നിന്ന് ആൻമരിയ. മലയാളം ടങ് ട്വിസ്റ്റർ ആണ്, നാക്കൊടക്കി. അപ്പൊ ആരാണോ ആദ്യം ഡോങ്ങിൽ അടിക്കുന്നത് അവർക്കാണ് അതിനുള്ള ചാൻസ് കിട്ടുന്നത്. ഓൾ സെറ്റ്, യുവർ ടൈം സ്റ്റാർട്ട് നൗ. 3 2 1 റൺ. ഓക്കെ, റെഡി? ആടലോടകത്തിന്റെ ഇല നിന്ന് ആന അലറലോട് അലറി. സ്പീഡിൽ 4 പ്രാവശ്യം. ആടലോടകത്തിന്റെ ഇല നിന്ന് ആന അലറലോട് അലറി. ആലയിൽ തറ വേണമെന്നല്ല. ആടലോടകത്തിന്റെ ഇല നിന്ന് ആന അലറലോട് അലറി. അങ്ങനെ സ്പീഡ്. ആടലോടകത്തിന്റെ ഇല തിന്ന് ആന അലറോലോട്. അങ്ങനെ സ്പീഡായിട്ട് 4 പ്രാവശ്യം. ആടലോടത്തിന്റെ ഇല തിന്ന് ഇല തിന്ന ആന അലറോലോടാണ്. ആന അലറലോട് അലറൽ. കൃത്യമായിട്ട് പറഞ്ഞേ. ആന അലറോലല്ല. അത് നടക്കുന്ന കേസല്ല. ആടലോടകത്തിന്റെ ഇല തിന്ന ആന അലറോലോട് അലറർ. അങ്ങനെ ഒരിക്കൽ 3 പ്രാവശ്യം.
ആടലോടകത്തിന്റെ എല്ലത്തിൽ ആന അലറലോടലറൽ. സ്പീഡില്. ആടലോടകത്തിന്റെ എല്ലത്തിൽ ആന അടലും പലരും എല്ലാം പോയി. അലറലല്ലേ? ടൈം കഴിഞ്ഞു. അടുത്ത ആളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അടുത്ത ആളിന് സ്റ്റേഡിയത്തിൽ ഒന്നും ഇല്ല, എന്നാലും ട്രൈ ചെയ്തോ. ആ കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും ഓടുന്ന ഓട്ടം ഓർമ്മിച്ചോ? അടിപൊളി. ആന അലറലോടലറന്ന് പറഞ്ഞു. ആടലോടകത്തിന്റെ ഇലയിൽ തിന്നോട്ടെ, ഒരു വഴിക്ക് പോന്നല്ലേ. ആടലോടകത്തിന്റെ ഇല തിന്ന ആന അലറലോടലറും. ആടലോടകത്തിന്റെ ഇല തിന്ന ആന അലറലോടലറൽ. ആടലോടകത്തിന്റെ ഇല തിന്ന ആന അലറലോടലറൽ. മേലിൽ ആന അത് തിന്നൂല. പക്ഷേ ഇത് ഡോഗ് അടിച്ചിട്ടായിരുന്നെങ്കിൽ പോയിന്റ് കിട്ടിയ. പക്ഷെ രണ്ടുപേർക്കും പണിഷ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ഡാൻസ്. അപ്പൊ രണ്ടെണ്ണം മാത്രമേ ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാം പിള്ളേർ കുടിച്ചു തീർത്തു. അപ്പൊ ഇതിന് പെട്ടെന്ന് സെലക്ട് ചെയ്തു. ഇതിലേതാ വേണ്ട, ആൻമരിയുടെ ഭാഗ്യം. ആൻമരിയൊക്കെ നല്ല ഏതോ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. മുങ്ങിച്ചാവാത്ത ഭാഗ്യം. സൂപ്പർ. ഇത് പിസ്ത ജ്യൂസ്, റിയൽ പിസ്ത ജ്യൂസ്. രണ്ടുപേർക്ക് പിസ്ത ജ്യൂസ്. ഒരു ചിയേഴ്സ് പറഞ്ഞു തുടങ്ങി. ഒരു ചിയേഴ്സ് പറഞ്ഞു. ഇതിലെങ്ങനെ ഗെയിമിലെ വിട്ടുകൊടുത്തു. സുമേഷ്. അപ്പൊ എന്തായാലും പണിഷ്മെന്റ് സെഗ്മെന്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. ടീം എ നേടിയിരിക്കുന്നത് 0 പോയിന്റ്. ദീപ, ഈ പണിഷ്മെന്റിന് മാർക്ക് കൊടുക്കെങ്കിൽ ആൻമരി കിട്ടിയാണ്. അടിപൊളി. ടീം എ 0 പോയിന്റ് നേടിയപ്പോ ടീം ബി 50 പോയിന്റ്. സൂപ്പർ. പക്ഷെ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായി. ഞങ്ങൾക്കും ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ദിസ് ഇസ് ബോയിങ് ബോയിങ് co-powered by Damro Furniture. Have a short break. Yes, welcome back to the show. This is Boing Boing co-powered by Damro Furniture. അങ്ങനെ തോമസ് കുട്ടി വിട്ടോടായും കഴിഞ്ഞു. ഞങ്ങൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം സ്കോറുകൾ മാറി മറിയുന്ന ആ ഒരു റൗണ്ട് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാൻ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? റെഡിയല്ലേ? ഞങ്ങൾ റെഡിയാണ്. ജില്ലു ബില്ലു റെഡിയാണോ? Go to position. Your time starts now. 3, 2, 1, go. ബോൾ വെള്ളത്തിൽ പോയി. Go, go. Super, good job. ലക്ഷ്മി തിരിച്ചു കയറോ?
good. Very good. Good. Very good. Super. Very good, very good. Good. Priyanka, good. ആദ്യം കയറിയേ പറ്റുള്ളൂ. Last 20 seconds. Good. Very good attempt. 10 seconds. Last 10 seconds. Anne-Maria, go. 9 seconds. 8, 7, 6, 5, 4, 3. Anne-Maria. Super. Good job. Very good job. Very good job. ഇനി താമരശ്ശേരി ചുരം എല്ലാം അവസാനിക്കാനുള്ള സമയമാണ്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ കേൾക്കണ്ടേ? ദിൽഷ, എങ്ങനെ ഉണ്ടായിരുന്നു ബോയിങ് ഗെയിം അവസാനിക്കുമ്പോൾ? ഒരുപാട് എൻജോയ് ചെയ്തു. എല്ലാ ഗെയിംസും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്തു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ താമരശ്ശേരി. പക്ഷെ ഞാൻ ഇത്രയും ഡിഫിക്കൽട്ട് ആണ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. Good job. എന്താ പറയാ, പൊളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരം പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു. ഇത് നമ്മൾ ടി വി കാണുമ്പോൾ ഇത്ര ടഫ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും ഒരു ടീമായി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആ ടീം സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഒന്നും പറയാനില്ല. ഹൗസ് എക്സ്പീരിയൻസ്
എനിക്ക് ഫുൾ പണിഷ്മെന്റ് അപ്പൊ ഇനി എന്റെ ടീം, എന്റെ മാസ് ടീം, കൊലമാസ് ടീം പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു ഷേഖ? ഐ റിയലി എൻജോയ് വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള് ആൻമറിയ. ശരിക്കും എൻജോയ് ചെയ്തു. കലിപ്പ് കയറിയില്ലേ ലാസ്റ്റ്? ലാസ്റ്റ് കലിപ്പ് കയറി. കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റും 5 റൗണ്ട് ഓടുന്നതാണോ താമരശ്ശേരി ചുരം കയറുന്നതാണോ എളുപ്പം? അയ്യോ, അത് സ്റ്റേഡിയത്തിന് ചുറ്റും നടക്കുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്ത ആള്. என்னோட தமிழ் பசங்க சொல்லுங்க. நல்லா என்ஜாய் பண்ணோம். அது நாங்க சப்போர்ட் பண்ணோம், பட் ஆனா எங்களுக்கு வந்து லாஸ்டா இது ஏற முடியல. ஆனா ஒரு விஷயம் இருக்கு, அவர் நல்லா அவரை ஹெல்ப் பண்ணிருக்கு, அவரை സൂപ്പർ. മത്സരം അവസാനിച്ചു. പക്ഷേ ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ സ്കോർ തന്നെയാണ്. നീ പോമോനെ ദിനേശ്, ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ടീം എ നേടിയിരിക്കുന്നത് 60 പോയിന്റ്സ് ആണ്, ടീം ബി നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ്. രണ്ടാമത്തെ റൗണ്ട് തോമസ് കുട്ടി വിട്ടോടെ മത്സരം അവസാനിക്കുമ്പോൾ ടീം എക്ക് പോയിന്റ്സ് ഒന്നും നേടാൻ സാധിച്ചില്ല. പക്ഷേ ടീം ബി നേടിയിരിക്കുന്നത് 50 പോയിന്റ്സ്. വെരി ഗുഡ്. അടുത്ത ടീം എ താമരശ്ശേരി ചുരം. എപ്പോഴും പറയുന്നത് മത്സരത്തിന്റെ ഗതി മാറുന്നത് നമ്മുടെ താമരശ്ശേരി ചുരത്തിലാണ്. ടീം എ നേടിയിരിക്കുന്നത് 400 പോയിന്റ്സ്. പക്ഷേ ഈക്വലി ടീം ബിയും 400 പോയിന്റ്സ് ആണ്. ടോട്ടൽ പറയട്ടെ. എപ്പോഴും ഒരു മത്സരമാകുമ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ പതിവാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ അവസാനം വിജയിച്ചിരിക്കുന്നത് ടീം ബി 530 പോയിന്റ്സ്. കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴും പറയുന്നില്ലേ മത്സരം ടീം എ ആണെങ്കിലും ബി ആണെങ്കിലും നല്ല കോമ്പറ്റേറ്റേഴ്സ് ആയിരുന്നു. ടീം എയും ബിയും ഈക്വലി പെർഫോം ചെയ്തു. വെരി ഗുഡ്. നല്ലൊരു കൈയടി പ്ലീസ്. അടിപൊളി. ഇതെല്ലാം കഴിയുമ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണെന്ന്. ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ബെസ്റ്റ് പെർഫോമറിന് കിട്ടുന്നത് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഗോസ് ടു ദിൽഷ. അപ്പൊ ദിൽഷയ്ക്ക് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു LED TV. കൺഗ്രാറ്റുലേഷൻ. പതിവ് പോലെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കാഴ്ചയും വീഴ്ചകളും എല്ലാം സംഭവിച്ച് അവസാനിച്ചു. ഈ ഒരു ഉത്സവ മാമാങ്കത്തിന് നമുക്ക് വിരാമം ഇടാനുള്ള സമയമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല, അതുപോലെ ഇവർക്കും ഇവിടുന്ന് പോകാൻ തോന്നില്ല. പക്ഷേ നാളെ ഇതേ സമയം ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. This is Boing Boing, Co-powered by Damro Furniture. Signing off, Suraj. Signing off, Deepan Murli. Love you all. Take care. Bye bye. Good night.